സൂറത്തുർ റഹ്മാൻ നിങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ടില്ലേ? ആവർത്തിച്ചാവർത്തിച്ച് വരുന്നൊരു വചനം അതിലല്ലേ, ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. എന്താണത്? എത്ര തവണ ആവർത്തിച്ചു വന്നിട്ടുണ്ട്? എത്ര തവണ സൂറത്തുർ റഹ്മാനിൽ അത് ആവർത്തിച്ചു വന്നിട്ടുണ്ടോ അത്ര തവണയും അതിൻ്റെ ആശയം വ്യത്യസ്തമാണ്. ഒന്നല്ല, വ്യത്യസ്തമാണ് അതിൻ്റെ ആശയം. ഒരേ ആശയമല്ല, ഒരേ സന്ദർഭത്തിലല്ല അത് പറഞ്ഞിട്ടുള്ളത്, വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ. അഥവാ ഓരോന്നും കൃത്യമായി ആസൂത്രണം ചെയ്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതുപോലെ ഒരു ഗ്രന്ഥം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം തികച്ചും പ്രായോഗികമായ അപ്രായോഗികമായ ഒരു വചനം, ഒരാശയം വിശുദ്ധ ഖുർആനിൽ നിന്ന് എടുത്തുദ്ധരിക്കാൻ ആർക്കെങ്കിലും സാധ്യമാണോ? ഏത് പുസ്തകം വായിച്ചാലാണ് നമുക്കതിലുള്ള ചില ആശയങ്ങളെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് നാം പറയാത്തത്? പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ? എന്തുകൊണ്ടാണത്? അത് റബ്ബിൻ്റെ സംസാരമായതുകൊണ്ടാണ്. റബ്ബിൻ്റെ സംസാരം. അതുകൊണ്ടല്ലേ ഖുർആൻ വെല്ലുവിളിച്ചത്, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തൂ ബിസൂറത്തിൻ മിൻ മിസ്ലി. ആ വെല്ലുവിളി കേവലം അക്ഷരങ്ങളുടെ വെല്ലുവിളിയല്ല, ആശയങ്ങളുടെ വെല്ലുവിളിയല്ല, കണ്ടന്റിൻ്റെ വെല്ലുവിളിയല്ല, ഉള്ളടക്കത്തിൻ്റെ വെല്ലുവിളിയല്ല, മറിച്ച് ഇത്രയും പ്രായോഗികമായ ആസൂത്രിതമായ നേർക്കുനേരെ മനുഷ്യനോട് സംസാരിച്ച ഒരു ഗ്രന്ഥം, ഒരു സംസാരം ലോകത്ത് വേറെയില്ല. അതാണ് വിഷയം. പറ്റില്ല. കാരണം ഇത് റബ്ബിൻ്റെ സംസാരമാണ്. ആരാണ് റബ്ബെന്ന് നമ്മൾ അറിഞ്ഞല്ലോ. പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളെയും, പ്രപഞ്ചത്തിലെ മുഴുവൻ